മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഞാനോട്ടമോടിയിടുന്നു താതൻ രാജെ പോവാൻ, താതൻ എനിക്കു നൽകിയിടും നീതിയിൻ കിരീടം. വിശ്വാസക്കപ്പലിലാടി ഞാൻ യാത്ര ചെയ്യുന്നു. ഞാൻ എന്നങ്ങു ചെന്നെത്തിയിടും സ്വർഗീയ സിയോനിൽ. ഞാനോട്ടമോടിയിടുന്നു താതൻ രാജെ പോകുവാൻ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കും. 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവം ദയവുള്ളവനും മനസ്സിലുള്ളവനാണ്. നമ്മുടെ ദൈവം തൻ്റെ ദയ വിട്ടുമാറാത്ത ദൈവമാണ്, കരുണ വിട്ടുമാറാത്ത ദൈവമാണ്. മഹാസ്നേഹം തള്ളിക്കളയാതെ, അത് വിട്ടുമാറാതെ നമ്മെ കരുണയോടെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. നമ്മുടെ കുറവുകളൊക്കെ ദൈവത്തിനറിയാം. നാം ചെയ്യുന്ന പാപങ്ങൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ മിസ്റ്റേക്കുകൾ, നാം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവം കൃത്യമായിട്ടറിയുന്നു. ഇയ്യോബും സങ്കീർത്തനക്കാരനും ഒക്കെ പറയുന്നത് പോലെ ദൈവം അതൊരു സഞ്ചിയിലാക്കി കെട്ടി സൂക്ഷിച്ചു വച്ചിരിക്കുക, ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിലിരിക്കുക എന്നാണ് സങ്കീർത്തനക്കാരനും ഇയ്യോബും പറയുന്നത്. എന്നാൽ ഞാനത് ഇങ്ങനെ പറയട്ടെ, ദൈവകൃപയാൽ നമ്മുടെ മേലുണ്ടായിരുന്ന പാപത്തിൻ്റെ വലിയ ഭാണ്ഡം നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവായ ക്രിസ്തു അത് നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞു, അത് എറിഞ്ഞു കളഞ്ഞു. കർത്താവ് അത് ഇനി ഓർക്കുന്നില്ല എന്നുള്ളത് സ്തോത്രത്തോടെ ഓർക്കുകയാണ്. എന്നിരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ശരീരത്തിൽ വസിക്കുന്നതുകൊണ്ടും ജഡത്തിൻ്റെ അഭിലാഷത്തിനൊത്തവണ്ണം നാം ആയിപ്പോകുന്നതുകൊണ്ടും ജീവിക്കുന്നതുകൊണ്ടും പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അത് കർത്താവ് നിശ്ചയമായിട്ടും കണ്ടിരിക്കുന്നു, കാണുന്നു, അറിയുന്നു, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പാപത്തിനൊത്ത ശിക്ഷ നമുക്ക് ലഭിക്കേണ്ടതല്ലായിരുന്നോ? പക്ഷേ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് നമ്മോട് ദീർഘമായി ക്ഷമിക്കുന്നു എന്നുള്ളത് സ്തോത്രത്തോടെ ഓർക്കും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുന്നു, ഞാൻ കരുണാസമ്പന്നനായ ദൈവമായതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും മരിക്കാതെ ശേഷിക്കുന്നത് എന്ന്, നശിച്ചു പോകാതെ പിന്നെയും ആയിരിക്കുന്നത്. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഇപ്പോഴും നാം ആയിരിക്കുന്ന നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയ്ക്ക് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ പിന്നെയും സമർപ്പിക്കാം.
നന്ദി പറയാം ദൈവത്തോട്. ഞാൻ ഈ വായിച്ച വേദഭാഗത്തിൽ അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ദൈവം ഇസ്രായേലിനോടൊരു വലിയ കാര്യം പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. എന്താ അത്? നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുകയാണ് എന്ന്. അപ്പോഴത് ഇന്ന് സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ചല്ല, ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അല്ല. പിന്നെയോ ദൈവം പറയുകയാണ്, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലേ നിങ്ങളുടെ സ്വഭാവം ഇതാണ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലേ തെറ്റി നടക്കുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലേ നിങ്ങൾ മോശമായ വഴികളിൽ നടക്കുന്നവരാണ്. ദൈവഹിതപ്രകാരമല്ലാതെ ജീവിക്കുന്നവരാണ്. ദോഷത്തിലകപ്പെട്ട് ദൈവകോപത്തിന് പാത്രമായി തീർന്നിട്ടുള്ള ആളുകളാണ്. അവരുടെ മക്കളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ. ആ കാലം മുതൽ ഇന്നുവരെയും നിങ്ങളിങ്ങനെയാണ്. ദൈവം അത് പറയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ എത്ര വേദനയുണ്ട്. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് മോശെ മുഖാന്തരം ഇസ്രായേലിനെ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്ന ചരിത്രം സ്തെഫാനോസ് വിവരിക്കുന്നതും നാം അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ കാണുകയാണ്. സ്തെഫാനോസ് ഒരു വലിയ ചരിത്രമാണ് പറയുന്നത്. പിതാക്കന്മാരുടെ ചരിത്രം. പിതാക്കന്മാരെ ദൈവം കൊണ്ടുവന്ന വഴികൾ, അവരെ അനുഗ്രഹിച്ച വിധങ്ങൾ. പ്രിയരെ, അത് പറഞ്ഞു വന്നിട്ട് ഈ 7-ാം അധ്യായം അതിൻ്റെ 52-53 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും. അങ്ങനെ വായിക്കുന്നേ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും. 51-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം മുതൽ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. മലാഖി പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം തൊട്ട് നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടക്കുന്നു എന്ന്. സ്തെഫാനോസ് അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണ്. 51-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ. അപ്പോൾ മലാഖിയും സ്തെഫാനോസും ഒരേ കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. പഴയ നിയമത്തിൽ മലാഖി എന്തു പറഞ്ഞു, അതേ കാര്യം തന്നെ പുതിയ നിയമത്തിൽ സ്തെഫാനോസ് എന്ന ദൈവത്തിൻ്റെ ദാസൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ താൻ കല്ലേറുകൊണ്ട് മരണപ്പെടുന്നതിനു മുമ്പ് തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറയുക. നിങ്ങളും എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയുള്ളവരാണെന്ന് പറയുന്നത്? ഇവിടെ മലാഖി പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് സ്തെഫാനോസ് ആ കാര്യം ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ഞാനത് 2-3 കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. എന്താ? നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. ഒരു കാര്യം അവിടെ പറയുകയാണ്, 52-ാമത്തെ. എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അപ്പം മറുതലിപ്പ് കാണിക്കുന്ന, മറുത്ത് നിൽക്കുന്ന, ആരോടാ മറുത്ത് നിൽക്കുന്നത്?
സഭയിലെ മൂപ്പന്മാരോടോ പുരോഹിതന്മാരോടോ ഉപദേശിമാരോടോ അല്ലെങ്കിൽ മറ്റ് ദൈവമക്കളോടോ അങ്ങനെയുള്ളവരോട് മറുത്തു നിൽക്കുന്നു എന്നല്ല. അതൊക്കെ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതൊക്കെ എപ്പോഴും സംഭവിക്കുന്നുണ്ട്. ആരെയും അംഗീകരിക്കാത്ത, വകവയ്ക്കാത്ത, അനുസരിക്കാത്ത, ഞാനാണ് വലിയവൻ എന്ന് ചിന്തിച്ച് സ്വയം വലിയവനാക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. താഴാൻ ആർക്കും മനസ്സില്ല. ആരാ താഴുന്നത്? ഞാൻ താഴുന്നുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ മറ്റു സഹോദര മുമ്പായിൽ താഴാൻ മനസ്സുള്ളവരാണ്? ഈ ഭാഗം വായിക്കുമ്പോൾ മലാഖിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മടങ്ങി വരുവിൻ, മാനസാന്തരപ്പെടുവിൻ. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. എന്നാൽ ഇവിടെ പറയുകയാണ്, നിങ്ങളും എല്ലായ്പ്പോഴും ആരോട് മറുത്തു നിൽക്കുന്നു? പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. ഒന്നാമത്തെ കാര്യം. 2, പിന്നെ പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ പിതാക്കന്മാർ ഉപദ്രവം ചെയ്യുന്നവരായിരുന്നു, മറ്റുള്ളവർ ഉപദ്രവിക്കുന്നവരായിരുന്നു. ആരെയാ? പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ ദാസന്മാർ. പിന്നെ നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അപ്പോൾ ഉപദ്രവിച്ചു, കൊലപാതകം ചെയ്തു. ഇനി 53-ാമത്തെ വാക്യം, അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരും ആയിത്തീർന്നു. അപ്പോൾ പിതാക്കന്മാർ അവരെങ്ങനെയുള്ളവരായിരുന്നു? പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നവർ, ഉപദ്രവിക്കുന്നവർ, കൊലപാതകം ചെയ്യുന്നവർ. എന്നിട്ട് സ്തെഫാനോസ് 53-ാമത്തെ വാക്യത്തിൽ അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ദൈവദൂതന്മാരാൽ ലഭിച്ച ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിച്ചിട്ടില്ല. അതുതന്നെയാണ് ഇവിടെ മലാഖി പറയുന്നത്. ഞാനങ്ങ് പറഞ്ഞ് തീർക്കാനായിട്ട് ആഗ്രഹിക്കുക. എന്താണ്? എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ മുതൽ നിങ്ങൾ വരെ പോരാ. സ്തെഫാനോസ് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവാത്മാവിൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന നമ്മൾ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രമാണം വിട്ട്, ചട്ടങ്ങളെ വിട്ട്, ക്രമം വിട്ട് തെറ്റി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നാം എന്ത് ചെയ്യണം? ഇവിടെ മലാഖി അവരോട് പറയുന്നൊരു വാക്കുണ്ട്, മടങ്ങി വരുവിൻ. ഞാൻ ആ വാക്കിലേക്ക് പിന്നീട് വരുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നാം സമ്മതിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇസ്രായേൽ സമ്മതിച്ചില്ല. അതാണ് അവരുടെ പാപം. ഇന്ന് വലിയ പാപമായിട്ട് എന്നിലും താങ്കളിലും ഇരിക്കുന്നത് തെറ്റ് സമ്മതിക്കുന്നില്ലെന്നുള്ളതാണ്. തെറ്റിപ്പോയല്ലോ കർത്താവേ എന്നുള്ളത് സമ്മതിക്കുന്നില്ല. അത് സമ്മതിക്കാനൊരു മനസ്സ് വയ്ക്കുമോ? ദൈവം താങ്കളെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. കർത്താവേ, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ, എന്നെ നേർവഴിയിൽ നടത്തണമേ, നിൻ്റെ വചനപ്രകാരം എന്നെ നടത്തണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായിട്ടും താങ്കളെ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി ഞാനും താങ്കളും തീരുവാൻ നമ്മുടെ കർത്താവ് മുഖാന്തരം സഹായിക്കട്ടെ. കർത്താവിൻ്റെ മുന്നിൽ നാം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.